കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ ഈശ്വറിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തതിൻ്റെ ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഇവർ കൊണ്ടുവരുന്ന എല്ലാ വാദഗതികളും കൃത്യമായി ന്യൂസ് ചാനലുകളിലും അവൻ്റെ യൂട്യൂബ് ചാനലിലും വന്നിട്ട് മറുപടി പറഞ്ഞിട്ട് അവർ കൊടുക്കുന്ന എല്ലാ വാദഗതികളും ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത് കണ്ടപ്പോൾ ആ പാവത്തിനും കൂടി അറസ്റ്റ് ചെയ്തു. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്ക് എന്താന്ന് പറയുക, ജനാധിപത്യ രാജ്യം പോലും രാജ്യഭരണമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളം. കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. ഒരു പുരുഷാമീഷം വേണമെന്നും പുരുഷൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അതിൻ്റെ പ്രശ്നങ്ങളും അതിന് പരിഹാരങ്ങളും വേണമെന്ന് പറഞ്ഞ് ശബ്ദം ഉയർത്തുന്ന രാഹുൽ ഈശ്വറിനെ പോലത്തെ ആൾക്കാർക്ക് എത്രയോ ആൾക്കാർക്ക് സപ്പോർട്ട്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇന്ന് നിലവിൽ മാർക്സിസ്റ്റുകാർ ഒഴിച്ചിട്ട്, കടുത്ത മാർക്സിസ്റ്റുകാർ ഒഴിച്ച് ബാക്കി എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെതിരെ എല്ലാവരും പ്രതികരിക്കണം. എല്ലാവരുടെ കയ്യിൽ യൂട്യൂബ് ചാനലുള്ള എല്ലാവരും, അല്ലെങ്കിൽ ഏത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാരും അവരെ മനസ്സിൽ വെച്ചിരിക്കാതെ ഇതുപോലെ പ്രതികരിച്ചിട്ട് ഇത് ശരിയല്ല എന്ന് പറയാനുള്ളൊരു തൻ്റെ ഇടയിൽ കാണിക്കണം. ഇതിപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്ന ആളൊന്നുമല്ല, പക്ഷേ ഇത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാണ്ട് വീഡിയോ ചെയ്യാണ്. വളരെ മോശം എന്ന് പറഞ്ഞാൽ ഇത്ര മോശം അധപ്പതനുള്ള ഒരു പാർട്ടിയായിട്ട് മാറി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. എന്താണ് ഒരു ശബ്ദം ഉയർത്തുന്ന ആൾക്കാരുടെ ശബ്ദം അടക്കുന്നതിന് വേണ്ടിയിട്ട് ആ പെങ്കുച്ചിനെ കുറിച്ചിട്ട് ആ ആൾ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അങ്ങനെ പറയാൻ പാടില്ല എന്ന് വരെ മറ്റുള്ളവർ ഉപദേശിക്കുന്ന വീഡിയോസ് വരെയുള്ള ആൾ അയാൾക്കെതിരെ ആ കേസ് തന്നെ പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇത് വളരെ നീചവും നിന്ദ്യവുമായ പ്രവൃത്തിയാണെന്ന് ഞാൻ അറിയിക്കുന്നു. ഇതിനുവേണ്ടി മാത്രം വീഡിയോ ചെയ്തു.